പക്ഷെ യേശു ക്രിസ്തു വരും. ഇന്ന് പക്ഷെ ഇപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് പോൽ നിൽക്കുന്ന ഈ സൂര്യൻ ഇന്ന് അസ്തമിക്കാതെ അവിടെ തന്നെ നിശ്ചലമായിട്ട് നിന്നുപോയി എന്ന് കൂട്ടിക്കോ, അത് ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം. അല്ല, ഇന്ന് വൈകിട്ട് ഈ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നാളെ പ്രഭാതം എന്ന് പറയുന്ന കാര്യത്തിൽ ഉദിക്കാതിരിക്കാം, അതും സംഭവിച്ചേക്കാം. പക്ഷെ യേശു ക്രിസ്തു മടങ്ങി വരുമെന്നുള്ള വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, മരണമുള്ള എല്ലാവരും ഞങ്ങളെ കേൾക്കണം. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. നാം ഓരോരുത്തരും മരിച്ചതിന് ശേഷമാണ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ദൈവം തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം മരിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അതിനകത്ത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമൊന്നും ഇല്ല, പള്ളിയിലച്ചനെന്നോ തിരുമേനിയൊന്നുമില്ല, പ്രിയപ്പെട്ട സായിപ്പെന്നോ ആഫ്രിക്കക്കാരെന്നോ ഇല്ല, കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഇല്ല, സ്ത്രീ എന്നോ പുരുഷനൊന്നുമില്ല, രാജാക്കന്മാരും പ്രഭുക്കന്മാരും യാചകന്മാരൊന്നുമില്ല. ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം ലോകാവസാന ദിവസം, കാരണം എന്താണ്? ലോകം അവസാനിക്കും. ഒരിക്കൽ ഈ ആകാശവും ഭൂമി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനം യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനാൽ അത്ര ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനും എല്ലാവർക്കും എല്ലാം നൽകി കൊടുക്കുന്നതിനുമായിരിക്കുന്ന ഈ ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് ക്രൂശിൽ അർപ്പിക്കുവാനായിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ ശാന്തമായിട്ട് പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ട, നമ്മൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് മരണം വഴിയായിട്ട് ഭൂമി വിട്ടു പോകും. എങ്കിലും ലോകാവസാന ദിവസം പ്രസംഗിക്കുന്ന ഉപദേശിയും പ്രസംഗം കേട്ട നിങ്ങളും വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു ദിവസവും യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് തീർക്കുന്നതും ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതായത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അതിനെപ്പറ്റി വചനം ഇങ്ങനെ പറയുന്നു. അതായത് ലോകാവസാന ദിവസത്തെ പറ്റി ബൈബിൾ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന വേറൊരു പുസ്തകം തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ശിക്ഷാവിധി ഉണ്ടായി. നോക്കപ്രിയരുടെ, ഭൂമിയിൽ നമ്മൾ ചെയ്ത എല്ലാ രഹസ്യങ്ങളും എല്ലാ പാപങ്ങളും ഭൂമിയിൽ വെച്ച് നമുക്ക് ശിക്ഷ ദൈവം തരുന്നില്ല. ദൈവം സ്വർഗത്തിൽ ആത്മരൂപത്തിലിരിക്കുന്നു. നമ്മളും മരിച്ച ഈ മൺശരീരം മറയപ്പെട്ടിട്ട് ഇതിൽ നിന്നുള്ള ആത്മീയ ശരീരം ആത്മരൂപത്തിൽ നമ്മൾ വെളിയിലേക്ക് വന്നിട്ട് ആത്മരൂപിയായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ആത്മരൂപിയായിട്ട് നീയും തീർന്നതിന് ശേഷം നിങ്ങൾക്ക് തമ്മിൽ ഒരു കണക്ക് തീർക്കലുണ്ട്. പ്രിയപ്പെട്ട, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നരകവിധിയാണ്.